പല ആളുകളും പല പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ളോഗേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുക, പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസിന് പേയ്മെന്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ്, അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും, ജെൻഡർ ചോദിക്കും. അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതിനകത്ത് ഗേൾസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്ത് ഇട്ടെങ്കിൽ, അതായത് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആളുകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാനും അതുപോലെ കുടുംബജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോഴ്സിലും അതേപോലെ ഫേക്കായിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഈ ആപ്ലിക്കേഷൻ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് ഫേക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജെൻസും ചാടിക്കയറി ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാം. നിങ്ങളിപ്പം കണ്ട ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് കുറേയധികം ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് കുറച്ച് പേരുണ്ട്. ആലിസ്, അതുപോലെ തന്നെ തനി മലയാളി, ജാസ്മിൻ ജാഫർ, ഇങ്ങനെയുള്ള 3 പേരാണ് മെയിനായിട്ട് ഞാൻ കണ്ട ഒരു വീഡിയോസ് ഉള്ളത്. ഇവരുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ആപ്പ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര സേഫായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഏൺ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി ആ ആപ്പ് ഉപയോഗിച്ചതിനെക്കുറിച്ച്, അങ്ങനെ റിവ്യൂവിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ട് അതിനെക്കുറിച്ചും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അവർ പൈസ അടയ്ക്കണം. അവർ പൈസ ചിലവാക്കിയാൽ മാത്രമേ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല. അവർക്ക് ഇത് ഉപയോഗിച്ചാൽ തന്നെ അവർക്ക് പൈസ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്നായിരിക്കും, ആൺകുട്ടികൾക്ക് പൈസ അടയ്ക്കണം, അതെങ്ങനെ പെൺകുട്ടികൾക്ക് പൈസ അടയ്ക്കുക അതിനെ കിട്ടുന്നത് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. അതാണ് ആ ഒരു പെൺകുട്ടി നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞു തന്നത്. ഇവർക്കുണ്ടെങ്കിൽ ഒരു കൂടുതലായിട്ട് ഈ ഒരു ആപ്പിൽ കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ടോക്കും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് കൂടുതൽ നടക്കുന്നത്. കാരണം ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുക, അതുപോലെ തന്നെ കോൾ ചെയ്യുക, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ചാറ്റിങ്, ഇതിലെല്ലാം മൊത്തം ഇങ്ങനത്തെ ചാറ്റുകളെല്ലാം മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേയധികം പേര് വലയിലായിട്ടുണ്ട്. കാരണം ഇത് പക്ഷേ കൂടുതലായിട്ട് ഒരു കാരണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആദ്യമേ ചുമ്മാ തമാശയ്ക്ക് തുടങ്ങിയാലും ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് പോകും. കുറേയധികം ആണുങ്ങളൊക്കെ ഉണ്ട് ഇത് ഭയങ്കരമായിട്ട് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരെ കുറേയധികം പൈസ നഷ്ടപ്പെടും. അതുപോലെ തന്നെ തിരിച്ച് ഗേൾസ് ഇത് കണക്ക് എന്തെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ സംസാരം ഇതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ആപ്പ്. അല്ലാതെ നോർമലായിട്ട് ഫ്രണ്ട്സുകളെ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇതിന് വേണ്ടി മാത്രമാണ്. വേറൊരു റിവ്യൂവർ, അതായത് ഈ ഒരു ആപ്പൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു ആപ്പിനകത്ത് കയറുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആണിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വ്യക്തിയെടുത്ത് ഈ ആപ്പ് എന്താണ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു വ്യക്തി ഇവരെടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഫ്രണ്ട്സ് അങ്ങനെ കണക്ട് ചെയ്യുന്നതൊന്നുമല്ല, ഇവിടെ മൊത്തത്തിൽ മറ്റേ രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളുമാണ്. അതാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. ആ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പൈസ കിട്ടും, പക്ഷേ ആൺകുട്ടികൾ അങ്ങോട്ട് പൈസ ഇട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരുടെ പൈസയെല്ലാം കുറേ നഷ്ടപ്പെടുന്നുണ്ട് ഇത് കാരണം. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക, ഒരു 20-30 വയസ്സിനൊക്കെ ഇടയിലുള്ളവരാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതും ഇടയ്ക്ക് വെച്ചൊരു ഇൻസിഡൻറ്റ് ആ ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട്. ആ ഒരു കണ്ട വ്യക്തി പറയുന്നത് ഇതേ കണക്കൊരു കോളേജിലെ വിദ്യാർത്ഥി ഇതേ കണക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് വന്ന് ഇവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു സെക്ഷലി ടോക്കൊക്കെ ആയിട്ടായിരുന്നു ആ ഒരു
പെൺകുട്ടിയെ എടുത്ത് സംസാരിച്ചത്. അത് എന്താ പറയുക, ആ ഒരു പ്രായത്തിൽ ഉള്ള ഒരു പയ്യൻ സംസാരിക്കുന്നത് ഒരിക്കലും ആ പെൺകുട്ടിക്ക് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതമായിപ്പോയെന്നാണ് പറയുന്നത്. അപ്പം ഇതുപോലത്തെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ആപ്പുകളാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവരൊക്കെ പറഞ്ഞാൽ ഭയങ്കര സേഫ്റ്റിയാണ്, അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് ഇൻസ്റ്റാഗ്രാം പോലെ അല്ലെങ്കിൽ യൂട്യൂബ് പോലെ എന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അങ്ങനത്തെ ആപ്പൊന്നും, ഇത് അഡൽട്ടായിട്ടുള്ള ആപ്പാണ്. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതൊന്നും അറിയാതെ ഇവർ യൂസ് ചെയ്തു ഇതൊക്കെ 100% സേഫ് ആണെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ മൂപ്പൻസ് വ്ലോഗ് ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഇതിനെപ്പറ്റി കാണാനിടയായത്. അപ്പോഴാണ് ഒന്ന് ചെക്ക് ചെയ്തതും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റിയതും. ഇതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്.